സ്മൃതിയുടെ ഉത്സവമാണ്. കൊയ്ത്ത് കഴിഞ്ഞ് ധാരാളം നെല്ലുണ്ടാകും. കർഷകന്റെയും കർഷക തൊഴിലാളിയുടെയും വീട്ടിൽ പട്ടിണിയില്ലാത്ത ഓണക്കാലം. കാലത്തിന്റെ മാറ്റത്തിനൊപ്പം കൃഷിരീതിയും മാറി. നെൽകൃഷി ഗണ്യമായി കുറഞ്ഞു. ഉള്ള കൃഷിക്കും ഏകീകരണമില്ല. പല പാടങ്ങളിലും മാസങ്ങൾക്ക് മുൻപ് കൊയ്ത്ത് കഴിഞ്ഞു. ചിലത് വിളഞ്ഞു നിൽക്കുന്നു, ചിലതാകട്ടെ മുളച്ചു വരുന്നതേയുള്ളൂ. കഴിഞ്ഞ കൊയ്ത്തുകാലത്ത് സിവിൽ സപ്ലൈസിനു നൽകിയ നെല്ലിന്റെ പണം കാത്താണ് ഇന്നത്തെ കർഷകന്റെ കാത്തിരിപ്പ്. കഴിഞ്ഞ രണ്ടാം വിളയ്ക്ക് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുത്തിട്ടുള്ള നെല്ലിൻ്റെ പൈസ ഇനിയും കർഷകർക്ക് കിട്ടിയിട്ടില്ല. 6-7 മാസങ്ങൾ കഴിഞ്ഞിട്ടും കർഷകരുടെ കൈകളിൽ ആ പണം എത്തിയിട്ടില്ല. ചെറുകൂടകളുമായി പൂക്കൾ തേടിയുള്ള നടത്തം പഴമക്കാർക്ക് ഗൃഹാതുരമാണ്. അത്തമോലൊക്കെ വീട്ടിൽ മുറ്റം തേച്ചിട്ട് ഓണപ്പൂവ് ഇടും. അത് ഓണപ്പൂവ്, പിന്നെ ചെമ്പരത്തി, പിന്നെ മത്തമ്പൂവ്, കുമ്പളപ്പൂവ്, പിന്നെ ഇതാ മുക്കൂറ്റിപ്പൂവ്, പനീർപ്പൂവ്, പിന്നെ ഏലോളിടും. പൂക്കൾ തേടി പോകാനൊന്നും പുതിയ തലമുറ നിൽക്കില്ല. ഇതര സംസ്ഥാനത്തു നിന്നും എത്തുന്ന പൂക്കൾ വിലയ്ക്ക് വാങ്ങി പൂക്കളമിടും. കാലത്തിന്റെ മാറ്റത്തിനൊപ്പം മലയാളിയുടെ ഓണവും മാറുകയാണ്. മീഡിയ 1 പാലക്കാട്.